Hello students, welcome to lesson 3.38 in professional business skills. We are continuing with our discussion on intelligent agents. We are coming to the last part of our discussion on intelligent agents in this class. We will discuss the disadvantages of intelligent agents. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഇന്റലിജന്റ് ഏജൻസിന്റെ അഡ്വാൻറ്റേജസ് പഠിക്കുകയുണ്ടായി. അതിനു മുൻപ് ഇന്റലിജന്റ് ഏജൻസിന്റെ റോള് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ഇന്റലിജന്റ് ഏജന്റിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. ഫീച്ചേഴ്സ് പഠിച്ചു. റോൾ ഓഫ് ഇന്റലിജന്റ് ഏജൻസ് ഇൻ ഇ-കൊമേഴ്സ് പഠിച്ചു. അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റലിജന്റ് ഏജൻസ് വരെ നമ്മൾ പഠിച്ചു. ഇനിയാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റലിജന്റ് ഏജൻസ് എന്ന് പറയുന്ന പോർഷനിലേക്ക് കടക്കുന്നത്. ഇന്റലിജന്റ് ഏജൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി റിസ്കുകളാണ്. ഇന്റലിജന്റ് ഏജൻസ് വേഷം മാറി പല രീതിയിലും പല സൈറ്റുകളിലും കയറി ചെന്ന് ദോഷമുണ്ടാക്കുന്നത് മുതൽ നമ്മൾ അയക്കുന്ന ഇന്റലിജന്റ് ഏജന്റിന്റെ കയ്യിലുള്ള ഡേറ്റ മോഷ്ടിക്കുന്ന ഇന്റലിജന്റ് ഏജൻസ് വരെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ വേറൊരു കാര്യങ്ങൾ അന്വേഷിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന സെക്യൂരിറ്റി റിസ്കുകൾ എന്തെല്ലാമാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമുണ്ട്. ആദ്യത്തേതാണ് ഡേറ്റ തെഫ്റ്റ്. സാധാരണഗതിയിൽ ഇന്റലിജന്റ് ഏജൻസ് നമ്മൾ ഡേറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഇന്റലിജന്റ് ഏജൻസിനെ അയക്കുമ്പോൾ അവർക്ക് ഒരു ബ്രീഫ് കൊടുത്തിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഇന്റലിജന്റ് ഏജൻസ് അവിടെ പോയി നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർക്ക് അവൈലബിൾ ആയ ഡേറ്റ കൊണ്ടുവരുന്നു. അപ്പൊ ചില സൈറ്റുകളിൽ നമ്മൾ ഇന്റലിജന്റ് ഏജന്റിനെ ഹോസ്റ്റ് ചെയ്യുന്ന സൈറ്റ് നമ്മളുടെ സൈറ്റാണ്. അതിനെ അയച്ച് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ അത് ചെല്ലുന്ന സൈറ്റിന്റെ പേരാണ് റിമോട്ട് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് താമസിച്ച് അവിടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ റിമോട്ട് ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ സൈറ്റ് ആണെങ്കിൽ നമ്മളുടെ ഹോസ്റ്റ് സൈറ്റ് എന്ന് പറയും. അപ്പൊ റിമോട്ട് ഹോസ്റ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്റലിജൻസ് അവിടെ ചെന്ന് ചില സൈറ്റുകൾ പെയ്ഡ് സൈറ്റുകളായിരിക്കും. ചില സൈറ്റുകളിൽ ചില ഡേറ്റ അവർ ഓപ്പൺലി അവൈലബിൾ ആയിട്ട് തരുന്നില്ല. നമ്മൾ പേയ്മെന്റ് കൊടുത്ത് കയറേണ്ട സൈറ്റുകളാണ്. ചില സൈറ്റുകളാകട്ടെ പുറത്തേക്ക് ബ്ലോക്ക്ഡ് ആണ്. മറ്റു ചില ഓർഗനൈസേഷൻസിൽ പോയി നമ്മൾ ഡേറ്റ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ആ സൈറ്റുകൾ ചിലപ്പോൾ ബാക്കി പുറത്തുനിന്നുള്ളവർക്ക് ബ്ലോക്ക്ഡ് ആയിരിക്കും. നല്ല ഉദ്ദേശത്തോടെ അല്ലാതെ ഇന്റലിജന്റ് ഏജന്റിനെ അയക്കുമ്പോൾ ഇന്റലിജന്റ് ഏജൻസ് അവിടെ ചെന്ന് പേയ്മെന്റ് ബേസിസിൽ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ പേയ്മെന്റ് കൊടുക്കാതെ എടുത്തുകൊണ്ട് വരുന്നു. അതുപോലെ തന്നെ കയറാൻ പാടില്ലാത്ത ലൊക്കേഷനിൽ കോൺഫിഡൻഷ്യൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സൈറ്റുകളിൽ ആക്രമിച്ച് കയറി അവിടെ നിന്ന് ഡേറ്റ എടുത്തുകൊണ്ട് വരുന്ന രീതിയിൽ ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാം. ഇതിന് നമ്മൾ ഡേറ്റ മോഷണം എന്ന് പറയും. ഒരു ക്രിമിനൽ കുറ്റമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഡേറ്റ തെഫ്റ്റ് ആണ് ഇന്റലിജന്റ് ഏജന്റിനെ കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് ഫ്രീ യൂസ് ഓഫ് റിസോഴ്സസ്. ഇത് ആദ്യം പറഞ്ഞതിനോട് കണക്ഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ പെയ്ഡ് സൈറ്റുകളിൽ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ബേസിസിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആകുന്നുള്ളൂ. ഇന്റലിജന്റ് ഏജന്റ് പേയ്മെന്റ് കൊടുക്കാത്ത രീതിയിൽ അതിനെ പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നു എന്നുള്ള വ്യാജേന അതിനെ പ്രോഗ്രാം ചെയ്ത് അത് പേയ്മെന്റ് ബേസിസിൽ അല്ലാതെ തന്നെ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് വരുന്നു. ഇനി ചില കേസുകളിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾക്ക് പേയ്മെന്റ് വേണ്ട, ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾക്ക് പേയ്മെന്റ് വേണം, ചില ടൈപ്പ് ഓഫ് റിക്വസ്റ്റുകൾക്ക് പേയ്മെന്റ് വേണ്ട, ചില ടൈപ്പ് ഓഫ് റിക്വസ്റ്റിന് പേയ്മെന്റ് വേണം. ഇങ്ങനെ വരുന്ന കേസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം തമ്മിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിനെ വളച്ചൊടിച്ച് പല രീതിയിലും പുകമറ സൃഷ്ടിച്ചൊക്കെ ഇന്റലിജന്റ് ഏജൻസ് അവിടെ പോയി ഡേറ്റ എടുത്തുകൊണ്ട് വരും. അപ്പൊ ഫ്രീ യൂസ് ഓഫ് റിസോഴ്സസ് ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ആദ്യത്തേത് ഡേറ്റ മോഷണം, രണ്ടാമത്തേത് ഫ്രീ ആയിട്ട് റിസോഴ്സസ്, ഫ്രീ അല്ലാതെ കിട്ടാത്ത റിസോഴ്സസ് ഫ്രീ ആണെന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വരാൻ ഇന്റലിജന്റ് ഏജൻസിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇത് ദോഷം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്റലിജന്റ് ഏജൻസിനെ അയക്കുന്നു. ഇന്റലിജന്റ് ഏജൻസ് വേഷം മാറി, ഇതിനാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഒരു യുദ്ധ കാലത്തുണ്ടായ ഒരു സംഭവമാണ്. ഒരു പർട്ടിക്കുലർ സൈന്യം വേറൊരു കോട്ടയ്ക്കകത്തുള്ള മറ്റൊരു രാജ്യത്തെ ആക്രമിക്കും. പുരാണങ്ങളിലുള്ളതാണ്, ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ ഉള്ളതാണ്. ആക്രമിക്കാൻ വേണ്ടി വലിയൊരു കുതിരയെ രൂപമുണ്ടാക്കി അതിനുള്ളിൽ പടയാളികളെ കോട്ടയ്ക്കകത്തേക്ക് അയച്ചു. അപ്പൊ കുതിരയെ കണ്ട് മതിമറന്ന കോട്ടയ്ക്കുള്ളിലെ ആളുകൾ കുതിരയകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കുതിരയുടെ അടിവയറ്റിൽ നിന്ന് ശത്രു രാജ്യത്തെ പടയാളികളെല്ലാം കൂടെ ഇറങ്ങി വന്ന് ഈ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ് ട്രോജൻ ഹോഴ്സിന്റെ കഥ. എന്ന് പറയുമ്പോൾ ഒരു ഇന്റലിജന്റ് ഏജന്റ് വേഷം മാറി വരുന്നു. വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ ഒരു മെയിലായിട്ടോ ഒക്കെ ഒരു ഇന്റലിജന്റ് ഏജന്റ് വേഷം മാറി വരുന്നു, ലിങ്കും വരുന്നു. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന ഉടനെ ഇവൻ നമ്മുടെ സിസ്റ്റത്തിൽ കയറി കംപ്ലീറ്റ് നമ്മളുടെ സിസ്റ്റത്തെ
ഡാമേജ് ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്ന അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ. വേഷം മാറി ഇന്റലിജന്റ് ഏജന്റുകൾ നമ്മളുടെ സിസ്റ്റത്തിൽ, റിമോട്ട് ഹോസ്റ്റായ നമ്മുടെ സിസ്റ്റത്തിൽ കയറി വന്ന് നമ്മൾക്ക് സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചെടുക്കുന്നു. ഇതാണ് അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അടുത്തത് ഡേറ്റ സ്ട്രിപ്പിംഗ് ഓൾട്ടറേഷൻ. ഇത് തിരിച്ചുള്ള ഒരു പ്രശ്നമാണ്. നമ്മളൊരു റിമോട്ട് ഹോസ്റ്റിലേക്ക് നമ്മളുടെ ഇന്റലിജന്റ് ഏജന്റിനെ അയക്കുന്നു. അവിടുത്തെ ഇന്റലിജന്റ് ഏജന്റ് നമ്മളുടെ ഇന്റലിജന്റ് ഏജന്റിന്റെ സ്വീകരിക്കുമ്പോൾ അവനെ ആക്രമിച്ച് അവന്റെ കയ്യിലുള്ള സകല ഡേറ്റയും ഇങ്ങോട്ട് എടുക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് ഡേറ്റ സ്ട്രിപ്പിംഗ് ഓൾട്ടറേഷൻ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച ഇന്റലിജന്റ് ഏജന്റ് അല്ല തിരിച്ച് ഇൻഫർമേഷൻ അങ്ങോട്ട് പോകുന്നത്. കാരണം ഇങ്ങോട്ട് വരുന്ന ഇന്റലിജന്റ് ഏജന്റിന്റെ കയ്യിൽ നിന്ന് ഹോസ്റ്റിന് ആവശ്യമുള്ള സകല ഇൻഫർമേഷൻ പിഴിഞ്ഞെടുത്ത് പിന്നെ ഇന്റലിജന്റ് ഏജന്റിനെ തിരിച്ചയക്കുകയാണ്. അപ്പോൾ ഒരു സമാധാനമായിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വന്ന ഒരു ദൂതനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവന്റെ കയ്യിലുള്ള സകലതും തട്ടിപ്പറിച്ചെടുത്ത് അവനെ തിരിച്ചയക്കുന്നതിന് തുല്യമാണ്. നമ്മളുടെ അടുത്ത് ഇൻഫർമേഷന് വേണ്ടി വരുന്ന ഒരു ഇന്റലിജന്റ് ഏജന്റിനെ നമ്മൾ റിമോട്ട് ഹോസ്റ്റായ നമ്മൾ അവനെ ആക്രമിച്ച് അവന്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ഡേറ്റയും സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അവനെ തിരിച്ചയക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ഡേറ്റ സ്ട്രിപ്പിംഗ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് ഡിസീറ്റ്ഫുൾ ഏജന്റ് ബിഹേവിയർ. അതായത് ഇന്റലിജന്റ് ഏജൻസിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, കള്ളം പറയാൻ, വേഷം മാറാൻ, മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നത് വഴി കോൺഫിഡൻഷ്യൽ ഡേറ്റ മോഷ്ടിച്ചെടുക്കാൻ. അപ്പൊ ശരിയായ ഉദ്ദേശം മറച്ചു വെച്ചുകൊണ്ട് മറ്റുദ്ദേശത്തിനാണെന്നുള്ള മട്ടിൽ നമ്മളുടെ അടുത്ത് വന്ന് ഡേറ്റ കളക്ട് ചെയ്യുകയും സൈഡിലൂടെ അവരുടെ ശരിയായ ഉദ്ദേശം അനുസരിച്ച് കളക്ട് ചെയ്യാൻ പാടില്ലാത്ത ഡേറ്റ, അവർക്ക് ഓതറൈസേഷൻ, നമ്മൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഓതറൈസേഷൻ ഇല്ലാത്ത ഡേറ്റ എടുത്തുകൊണ്ട് പോകാൻ. അതായത് മൊത്തത്തിൽ ചതി എന്ന് പറയും. അതാണ് ഡിസീറ്റ്ഫുൾ. ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ ചതി, വഞ്ചന. അപ്പൊ വഞ്ചനാപരമായ പെരുമാറ്റം ചില ഏജന്റുകൾക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്ത് അങ്ങനെ അയക്കാൻ പറ്റും. നമ്മളോട് ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറയുകയാണെന്നുള്ള രീതിയിൽ വരുന്നു. നമ്മൾ ആ ഡേറ്റ കൊടുക്കുന്നതിനിടെ ഇവൻ വേറെ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നു. ശരിയായ ഉദ്ദേശം മറച്ചു വെക്കുന്നു. അവൻ വന്ന കാര്യം അവൻ നമ്മളോട് അപ്ഫ്രണ്ട് ആയിട്ട് വെളിപ്പെടുത്താതെ ഒളിഞ്ഞ് ചതിയിലൂടെ ആ ഡേറ്റ കൈക്കലാക്കി കൊണ്ടുപോകുന്നു. ഇതാണ് ഡിസീറ്റ്ഫുൾ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്റലിജന്റ് ഏജൻസിന്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് കാര്യത്തിനും അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ശരിയായ കരങ്ങളിൽ ഇന്റലിജന്റ് ഏജൻസ് ശരിയായ പർപ്പസിനാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അല്ലെങ്കിലുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത്തരം പെരുമാറ്റ രീതികളും ഇത്തരം കാര്യങ്ങളും ഡാറ്റ അനാലിസിസിലും നിലവിലുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിസിനസ് അനാലിറ്റിക്സിന്റെ എത്തിക്കൽ, ലീഗൽ വശങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. Until we meet up for that, goodbye and thanks.